ഹായ് ഗുഡ് മോർണിംഗ് ഗൈസ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ ഫേസ് വാഷ് ചെയ്യാണ് കേട്ടോ. അതിനുശേഷം പതിവ് പോലെ തന്നെ നമ്മൾ ഫേവറേറ്റ് സെറം അപ്ലൈ ചെയ്യാണ്. ഇനി ലിപ് ബാമായിട്ട് പുതിയൊരു പ്രൊഡക്റ്റാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ബെല്ല വിറ്റ എന്നാണ് കമ്പനിയുടെ പേര്. നല്ലൊരു ലിപ് ബാമാണ്. ഡാമേജ്ഡ് ആയിട്ടുള്ള ലിപ്സിനൊക്കെ നല്ലൊരു സൊല്യൂഷൻ തന്നെയാണ്. നല്ല ഹൈഡ്രേറ്റിംഗ് ആണ്, നറിഷ് ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് കളറൊന്നുമില്ല, പ്രത്യേകിച്ച് ടിൻ്റൊന്നുമില്ല, ജസ്റ്റ് ഒരു ലിപ് ബാം മാത്രമാണ്. കളറില്ലാത്തതാണ്, പക്ഷെ രാവിലെ മോർണിംഗിലൊക്കെ ഏറ്റവും ബെസ്റ്റാണിത്. നല്ല മഴയാണ് കേട്ടോ. ഇത്രയും കാലം വെയിലിനെ പറഞ്ഞിപ്പോൾ ഇന്നലെ രാത്രി മുതലേ നല്ല മഴയാണ്. ഇന്നലെ രാത്രി കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഉമ്മ കുഴിച്ചിട്ട പടവലങ്ങ വള്ളിയൊക്കെ ആകെ ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടോ, റോഡിലൊക്കെ വെള്ളം ഒഴുകി പോകുന്നത് കണ്ടോ. ഇതാണിപ്പോൾ ഞങ്ങളുടെ മുറ്റത്തിൻ്റെ അവസ്ഥ. മഴ പെയ്ത് നല്ല രസമുണ്ടല്ലേ. രാവിലെ തന്നെ മഴയായിരിക്കുമ്പോൾ നല്ലൊരു ഫീലാണ്. നേരത്തെ തന്നെ എണീക്കാനൊന്നും തോന്നില്ല. പക്ഷേ ഇന്ന് സ്കൂളിൽ പോകേണ്ടതുണ്ട്, അതുകൊണ്ട് തന്നെ എഴുന്നേൽക്കാതിരിക്കാൻ പറ്റത്തുമില്ല. അതുകൊണ്ട് രാവിലെ എണീറ്റു. രാവിലെ എന്ന് പറയുമ്പോൾ 6 മണിക്കാണ് കേട്ടോ എഴുന്നേൽക്കുന്നത്. 6 മണി 6:30 ആ ഒരു സമയമാണ്. അങ്ങനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ തലശ്ശേരിയിലെ സ്പെഷ്യലാണ്. കടായിലി വീത്തി എന്ന് പറയും. അതായത് ചീനച്ചട്ടിയിൽ ഒഴിച്ച ഒരു അപ്പാണിത്. ഉള്ളി ജീരകമൊക്കെ ചേർത്തിട്ട്, തേങ്ങയും ഉള്ളിയും ജീരകമൊക്കെ പച്ചരിയിൽ ചേർത്ത് അരച്ചെടുക്കുന്ന മാവാണ്. ഇതിന് ഉപയോഗിക്കാം. ഇതിങ്ങനെയുള്ള ഫ്രൈങ് പാനിലാണ് ഇത് ഉണ്ടാക്കുക. ഇതേപോലെ ഒരു തവി മാവ് ഒഴിച്ച് ചെറുതായി ഒന്ന് പരത്തി കൊടുക്കും. അതിനിടയിൽ നമ്മൾ പൂച്ചക്കുട്ടന്മാർ ഇവിടുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. രാവിലെ തന്നെ അവരവരുടെ കളിയിലാണ്. അവരിങ്ങനെ കുറച്ച് നേരം അവരെ കുസൃതികളൊക്കെ നോക്കിയിരിക്കാൻ വേറെ തന്നെ ഒരു രസമാണ്. അങ്ങനെ സമയം ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. 8 മണി 8:30 മണിയായി. 8:30 മണിയല്ല, 8:15. അപ്പം നമ്മൾ അപ്പം കഴിക്കുകയാണ്. അതിൻ്റെ കൂടെ പട്ടാണിക്കടലയില്ലേ, വൈറ്റ് പട്ടാണിക്കടലയാണ് കറി വെച്ചിട്ടുണ്ടായിരുന്നത്. അത് നല്ലൊരു കോംബോ തന്നെയാണ് കേട്ടോ. അങ്ങനെ വേഗം കഴിച്ച് ഇനി റെഡിയാകണം, സ്കൂളിൽ പോകാൻ വേണ്ടി റെഡിയാകണം. അങ്ങനെ എൻ്റെ ടോപ്പും ജീനൊക്കെ ഞാൻ അയൺ ചെയ്തു. ഇനി വേഗം റെഡിയായി ചെറിയ രീതിക്കുള്ള മേക്കപ്പൊക്കെ ചെയ്യുകയാണ്. ലിപ്സ്റ്റിക്ക്, ലിപ് ബാം, കൺമഷി, പിന്നെ സൺസ്ക്രീൻ. ഇതാണ് എൻ്റെ ഒരുക്കം എന്ന് പറയുന്നത്. ഇന്ന് വേഗം ഓട്ടോ പിടിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് പെയിൻറ്റിംഗ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ബോർഡ് എടുത്തിട്ട് പോകുന്നുണ്ടായിരുന്നു. അതേപോലെ മഴയത്ത് ബസ് സ്റ്റോപ്പ് വരെ പോകാനുള്ള കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഓട്ടോയിൽ കയറിയത്. അതിപ്പം ഭയങ്കര മഴയാണ്, അതുകൊണ്ട് തന്നെ ഓട്ടോയിൽ ഇരുന്നിട്ട് നനയുന്നുണ്ടായിരുന്നു. ഇന്ന് ചേറ്റൻകുന്ന് വഴിയാണ് അങ്ങ് ചെരക്കരയിലേക്ക് പോകുന്നത്. ഓട്ടോയിൽ വഴിക്കുന്നായിരുന്നു കിട്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഒന്നുമില്ല, ഇവിടെ പ്രത്യേകിച്ച് ടൗൺ ഏരിയ എന്നല്ല, ചെറിയൊരു പ്രദേശമാണ്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് നല്ല വെള്ളം ഉണ്ടായിരുന്നു. റോഡൊക്കെ ഫുള്ള് വെള്ളമായിരുന്നു. പകുതി വരെ ഓട്ടോ പോയി, പിന്നെ ഓട്ടോ അങ്ങോട്ട് നീങ്ങാൻ പറ്റാത്ത അവസ്ഥയായപ്പോൾ നമ്മൾ റൂട്ട് മാറി പോവുമായിരുന്നു ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണയിലും വഴി ഇങ്ങനെ ചുറ്റിയിട്ടാണ് പോകല്. ഇപ്പം തലശ്ശേരിയിൽ വർക്ക് നടക്കുന്നതുകൊണ്ട് ഇന്നാണെങ്കിൽ ഒന്നും പറയണ്ട. ഇന്ന് ഒരുപാട് ഓടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. കാരണം വെള്ളമുണ്ട്. അതുകൊണ്ട് യാത്ര ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മഴയായതുകൊണ്ട് തന്നെ ഇന്ന് ക്ലാസ്സൊക്കെ നടക്കാൻ വേണ്ടി കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു. സാധാരണ രീതിയിൽ 9:30 ആകുമ്പോഴത്തേക്ക് ക്ലാസ് തുടങ്ങേണ്ടതാണ്. ഇന്ന് 10 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ് തുടങ്ങാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇൻസ്ട്രക്ടേഴ്സ് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. പുതിയ പാഠ്യ വിഷയങ്ങളും അതെങ്ങനെ കുട്ടികളിൽ എത്തിക്കണം എന്നുള്ളതും അതിനിടയിൽ അധ്യാപകർ അവരുടെ അഭിപ്രായങ്ങളും പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു നല്ല സൗഹൃദ സംഭാഷണങ്ങളും അവിടെ നടക്കുന്നുണ്ട്. പരസ്പരമുള്ള ആശയങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നമുക്കറിയാത്തതും കൂടി നമുക്ക് പരസ്പരം മനസ്സിലാവുമല്ലോ. അതിലൊരു സെഷൻ കഴിയുമ്പോൾ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അത് കേൾക്കുമ്പം തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്ക് തിരുത്താനും ഈ ഒരു സന്ദർഭം ഉപകാരപ്പെടാറുണ്ട്. ഇതെൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ ഞാൻ വളരെ കൗതുകത്തോടു കൂടിയാണ് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാറുള്ളത്. സീനിയേഴ്സ് ആയിട്ടുള്ള അധ്യാപകരുണ്ട്, അവരുടെ സംശയങ്ങളൊക്കെ ചോദിക്കാറുമുണ്ട്. എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ്. ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടിയെന്ന് പറയാം. ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തു. അതേപോലെ തന്നെ ഞാൻ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു, കേട്ടറ്റിന്. അതിനൊക്കെയുള്ള എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു.
അതേപോലെ ഇതാ ഞങ്ങൾ ഇന്നലെ ചെയ്ത വർക്കുകളാണ് ഇവിടെ ഡിസ്പ്ലേക്ക് ഇട്ടതാണ്. ഞാൻ ഫസ്റ്റായിട്ടാണ് കേട്ടോ ഇങ്ങനൊരു ക്ലേ വർക്ക് ചെയ്യുന്നത്. അതുതന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പം തന്നെ ഒരുപാട് അറിവുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്, ഇങ്ങനൊരു എക്സ്പീരിയൻസ് കിട്ടിയതിൽ. അതേപോലെ തന്നെ ഒരുപാട് വർക്കുകൾ അത് കണ്ട് ഒരുപാട് നേരം ഇരുന്ന് ആസ്വദിക്കാനുള്ള വർക്കുകൾ ഉണ്ടായിരുന്നു. അതും ചെറിയ സമയം കൊണ്ടാണ് ഇവർ ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് അവരുടെ ഒരു കഴിവ് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കാമല്ലോ. എല്ലാം ഒന്നിനൊന്ന് വെറൈറ്റി ആയിരുന്നു, വ്യത്യസ്തമായിരുന്നു. അതേപോലെ തന്നെ ഒരു ഫൺ എന്ന പോലെ ഞങ്ങളിന്ന് കുറച്ച് വർക്കുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരേ സബ്ജക്റ്റ് പല മീഡിയത്തിൽ വർക്ക് ചെയ്താൽ അങ്ങനെ ഉണ്ടാകുന്നുള്ളൂ. ചെറിയ സമയത്തിനുള്ളിൽ തന്നെ ഓരോ 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5-10 മിനിറ്റ്, അതിൽ കൂടുതൽ ആരും എടുത്തിട്ടില്ല. പെട്ടെന്ന് സ്കെച്ച് ചെയ്തും പെയിൻറ്റ് ചെയ്തും ചിത്രങ്ങളൊക്കെ മനോഹരമായി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, ഞാൻ എങ്ങനെയാണ് ഇത്രയും സീനിയേഴ്സ് ആയിട്ടുള്ള അധ്യാപകരുടെ കൂടെ എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ള ഒരു പേടിയൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ്. നമ്മൾ ടെൻഷൻ ഫ്രീ ആയിട്ട് തന്നെ വർക്ക് ചെയ്യാൻ പറ്റി. ഇത്രയും സ്പീഡിൽ ചെറിയ സമയത്തിനുള്ളിൽ പെയിൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്കെച്ച് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അങ്ങനെ 5-5:30 ആയിട്ടുണ്ടായിരുന്നു ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് ഇറങ്ങാൻ വേണ്ടി. അങ്ങനെ ഇറങ്ങുകയാണ്. ഇന്ന് മഴയൊന്നുമില്ല, അതുകൊണ്ട് ബസ്സിന് തന്നെ യാത്രയാകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ പരിസരങ്ങളൊക്കെ നോക്കിക്കണ്ട് ഇങ്ങനെ പോവാണ്. സ്കൂളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. കുട്ടികൾ തന്നെ ഇപ്പോൾ സ്കൂൾ തുറക്കാൻ വെയിറ്റ് ചെയ്യല്ലേ, മഴ വരാനും നനയാനും ഓടാനും ചാടാനും ഒക്കെ. അങ്ങനെയൊക്കെ കുട്ടിക്കാലമൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർത്തുകൊണ്ടാണ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ ബസ് സ്റ്റോപ്പിലെത്തുമ്പോഴേക്ക് തന്നെ അധികം കാത്തിരിക്കേണ്ടി വന്നിരുന്നില്ല, ബസ് വേഗം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബസ്സിൽ നിന്ന് അധികം വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ സീറ്റ് കിട്ടിയാലല്ലേ വീഡിയോ എടുക്കുക, അപ്പോൾ അത് പറ്റൂല എന്നുള്ളത് അറിയുന്നത് കൊണ്ട് തന്നെ ഞാൻ ബസ്സിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ പരിസരങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അങ്ങനെ നല്ലൊരു അനുഭവമായിരുന്നു ഇന്നുണ്ടായിരുന്നത്. ഒരുപാട് സുഹൃത്തുക്കളും നമ്മളെ കലയോട് ചേർന്നിരിക്കുന്ന എല്ലാ അനുഭവങ്ങളും വളരെ മധുരമുള്ളതായിരിക്കും. അങ്ങനെ നല്ല അനുഭവങ്ങളോടുകൂടി നല്ല മെമ്മറീസോടുകൂടി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. പുതിയ വീഡിയോയുമായി വീണ്ടും വരാം കേട്ടോ.